റിലാക്സ് ആയിട്ട് നൈറ്റ് ഒരുങ്ങി എടുത്തുനിന്ന് റെസ്റ്റോറൻറ്റിൽ പോകരുത്. നമ്മളത് പ്രത്യേകം സൂക്ഷിക്കണം. നമ്മൾ പുറത്തു കൊണ്ട് ഡ്രസ്സ് ഇട്ട് തന്നെ വേണം അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ പോകാൻ. പിന്നെ നമ്മുടെ ഈ ഫ്രിഡ്ജ് ഉണ്ടാവും നമ്മുടെ റൂമിൽ. ആ ഫ്രിഡ്ജിൻ്റെ അകത്ത് മിക്കപ്പോഴും സാധാരണ ഇന്ത്യൻസിന് വരുമ്പോൾ അവരെല്ലാം മാറ്റി കളയാറുണ്ട്. കാരണം നമ്മുടെ സ്വന്തം പറയാറ് ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കുറച്ച് പീനട്സ് അതുകൊണ്ട് ചെറിയ സ്നാക്സ് ഒക്കെ കാണും. അതെല്ലാം പൈസ കൊടുക്കേണ്ടതാണ്. പൈസ ഇനിയിപ്പോൾ നമുക്ക് വേണമെന്ന് കഴിക്കാം, പക്ഷെ പോകുന്നതിന് മുമ്പ് അതിൻ്റെ വില നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് ബൊഫേ ലഞ്ചും ഡിന്നറെല്ലാം ഒരു പ്രാവശ്യം ഒഴിച്ച് സെൻറ്റ് പീറ്റേഴ്സിൻ്റെ അവിടെ ഫിഷിൻ്റെ അവിടെ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നമുക്ക് ബൊഫേ ലഞ്ചും ഡിന്നറും എല്ലാം വെച്ചിട്ടുണ്ട്. അതിന് വിശപ്പ് വരാൻ സാധ്യതയില്ല. അത് ശ്രദ്ധിക്കണം. നമുക്ക് ഫ്രീ അല്ല നമ്മുടെ റൂമിലിരിക്കുന്ന ഫ്രിഡ്ജിൽ സാധ്യത. നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കണമെന്ന് ആരെങ്കിലും നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞ് വരും. വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഫോട്ടോ ഒന്നും എടുപ്പിക്കരുത്. എടുപ്പിച്ച് കഴിഞ്ഞാൽ കാശ് വയ്ക്കും. പിന്നെ നമുക്ക് ബസ് ഇറങ്ങുമ്പോൾ തന്നെ കച്ചവടക്കാർ ധാരാളം വരും. അപ്പോൾ ഒന്നും വാങ്ങിക്കാതിരിക്കാൻ നല്ലത്. നമുക്ക് 2 ഷോപ്പിംഗ് സെന്റർ ഉണ്ട്. ഒന്ന് കാനായിൽ നമുക്ക് ഒരു ഷോപ്പിൽ നമ്പർ കിട്ടും. അതൊക്കെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണ്. ഇതുപോലെ മറ്റൊരു കൂടി ആകുമ്പോൾ നമ്മൾ പലരും പല കടയിൽ കയറിപ്പോൾ നമ്മൾ മിസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ബദലേഖമിലും ഒരു ഒറ്റപ്പെട്ട ഒരു ഷോപ്പിംഗ് സ്ഥലത്ത് നമ്മളെ നോക്കുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് ആവശ്യമുള്ള വാങ്ങിക്കാം. കമ്പാരിറ്റീവ്ലി സാധാരണ നമ്മുടെ ഇവിടെ അങ്ങനെ തന്നെയല്ല. റോഡ് സൈഡിലുള്ള സാധനങ്ങൾക്ക് ഇത്തിരി വില കുറഞ്ഞിരിക്കും. നല്ല കടകളിൽ ഇത്തിരി വില കൂടിയിരിക്കും. പക്ഷെ ക്വാളിറ്റി നോക്കുമ്പോൾ നല്ല ഒറ്റപ്പെട്ടുന്ന കടകളിലായിരിക്കും നല്ല ക്വാളിറ്റി. നമ്മൾ വേറെ അതൊന്നും ചിന്തിക്കേണ്ട. നമുക്ക് ആവശ്യം നമ്മൾ മിസ് ചെയ്ത് പോകരുത്. അപ്പം ലാഭം അവിടെ നോക്കരുത്. പിന്നെ ഡെഡ് സീല് പ്രത്യേകത, ഡെഡ് സീറ്റ് കൂടുതലുള്ള വെള്ളമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അതിൽ പൊങ്ങി കിടക്കും. നടക്കാൻ പറ്റില്ല കേട്ടോ, പൊങ്ങി കിടക്കും. നമ്മൾ മുട്ട് വരെ വെള്ളത്തിൽ പോയി നിൽക്കുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ കാലിലിട്ടി കൈ വീഴ്ച മുട്ടി കിടക്കുക. നമ്മൾ പൊങ്ങി കിടക്കും. നല്ല ബാലൻസ് ഒക്കെ അറിയാവുന്നവർ മാത്രം അത് ട്രൈ ചെയ്താൽ മതി. വെള്ളം കണ്ണിൽ വീണാൽ നല്ല നീറ്റിലെടുക്കും. അതുപോലെ വെള്ളം കുടിക്കാൻ പാടില്ല. കാരണം ധാരാളം മിനറൽസ് ഉള്ള വെള്ളമാണ്. നമ്മൾ ഔഷധിക്കൂട്ടിൽ ഇവിടുത്തെ പുഴയിൽ കുടിക്കുന്നത് കുടിക്കരുത്. അത് നമുക്ക് അപകടം വരുത്തും. അപ്പം ഡെഡ്സിൽ ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണ്ട അവിടെ കണ്ണിൽ വീഴാതെ കുടിക്കാതെ നോക്കണം. പിന്നെ അഡാപ്റ്റർ ഉണ്ട്. നമ്മൾ ഫോൺ ചാർജ് ചെയ്യാനുള്ള ഇന്റർനാഷണൽ അഡാപ്റ്റർ വേണമെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് ഫോൺ ചാർജ് ചെയ്യാൻ. കാരണം ഇവിടുത്തെ ഇത് വെച്ച് അവിടെ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? ഒരു 1.5 ലിറ്റർ വെള്ളം വെച്ചിട്ട് കഴിഞ്ഞു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഹെവിയാണ്. നമുക്കതൊന്നും കഴിക്കാനൊന്നും പറ്റില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യമില്ലാതെ എടുത്തുകൊണ്ട് പോകരുത്. സാധാരണ ഇവരൊക്കെ പറയുന്നത് നമ്മുടെ ബാത്റൂമിലെ വാഷ് ബേസിന്റെ വെള്ളം തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. സെയിം വെള്ളം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ എടുത്ത് കുടിക്കും. നമുക്ക് ടോയ്ലറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. കാരണം സെയിം വെള്ളം തന്നെയാണ് നമുക്ക് കുടിക്കാൻ തരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് കളക്ട് ചെയ്ത് ലിറ്ററലി നമുക്ക് തരുള്ളൂ. അതൊന്നും പോരല്ലോ. പക്ഷെ അത് ചൂടാണ്. പകലവിടെ നല്ല ചൂടാണ്. രാത്രി മാത്രമേ തണുപ്പുള്ളൂ. ഷോള് കാരണം നൈറ്റ് ക്രൂസിന്റെ അവിടെ മാത്രമേ രാത്രി നമുക്ക് പരിപാടിയുള്ളൂ. പിന്നെ അവിടെ മിക്ക പള്ളികൾ 6 മണിയാകുമ്പോൾ അട. നൈറ്റ് ക്രൂസ് എന്ന് പറയുമ്പോൾ ഡിന്നറും ബെല്ലി ഡാൻസും കൂടിയുള്ള നൈറ്റ് ക്രൂസാണ്. കെയറോയില്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറയാം.
ചർച്ച് ലാൻഡിംഗ് റോഡ് ചർച്ച് ലാൻഡിംഗ് റോഡ് ചർച്ച് ലാൻഡിംഗ് റോഡ് എന്നാണ് ഐറ്റിനറി ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ദിവസം നമ്മൾ ജോർദാനിലാണ് താമസിക്കുന്നത്. നമ്മുടെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് നീബോ മലയെ പറ്റി നിങ്ങൾക്ക് അറിയാമോ? പഴയ നിയമത്തിലുള്ള അറിയാമോ? ദൈവത്തിന്റെ പറഞ്ഞത് അനുസരണക്കേട് കാണിച്ചു. അതുകൊണ്ട് ദൈവം പറഞ്ഞു കാനാൻ ദേശത്തിൽ പ്രവേശിക്കുകയില്ല. പക്ഷെ ഒരു മല നീബോ മലയിൽ നിന്ന് കാനാൻ ദേശം കാണാം എന്നൊരു അനുവാദം കൊടുത്തു. അങ്ങനെ മോശ കാനാൻ ദേശം കാണാൻ മലയാണ്. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നല്ല ക്ലിയർ സ്കൈ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ ജെറുസലേം, ബത്ലഹേം, ജെറിക്കോ ഇതെല്ലാം കാണാൻ പറ്റും. കാരണം ആ നമ്മള് ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും എന്തുകൊണ്ട് മോശയ്ക്ക് അങ്ങനെ ഒരു അനുസരണക്കേട് കാണിക്കേണ്ടി വന്നു എന്നുള്ളത്. പിന്നെ നമ്മൾ ജോർദാനിൽ ഇസ്രായേലിലേക്ക് കടക്കുന്നു. ആദ്യത്തെ ഒരു ദിവസം നമ്മൾ നസ്രത്ത് ഭാഗം, അവിടെ നിന്ന് നസ്രത്തില് ഈശോന്റെ മാതാവോ മംഗളവാർത്ത അറിയിച്ച പള്ളി, പിന്നെ നമ്മുടെ ഐറ്റിനറിയിലുള്ള പോലെ മേരി ഇസ്രായേലുണ്ട്, പിന്നെ കാന, പിന്നെ ഈശോന്റെ പട്ടണം കഫർനാം, ഗലീലി കടല്, അങ്ങനെ ഒരു 2 ദിവസം കാണാനുള്ളത്. മൂന്നാം ദിവസം നമ്മൾ അവിടെ നിന്ന് ജെറിക്കോ വഴിയാണ് ബത്ലഹേമിലേക്ക് പോകുന്നത്. അപ്പൊ ജെറിക്കോ വഴി പോകുമ്പോൾ നമുക്ക് ഇത് ഈശോന്റെ ടെംപ്റ്റേഷൻ പരീക്ഷണമല്ല, ഫ്രീ അതെല്ലാം കണ്ട് നമ്മള് ബത്ലഹേമിൽ 3 ദിവസം താമസിക്കും. അവിടെ താമസിച്ചിട്ടാണ് നമ്മൾ ഓൾഡ് സിറ്റി ഓഫ് ജെറുസലേമും ബത്ലഹേമും ഒലിവുമലയും സ്നാപകയോ എല്ലാവരുടെയും 3 ദിവസം കൊണ്ട് കാണുന്നത്. കുറെ സ്ഥലങ്ങൾ നമ്മൾ കാണുന്നത്. പിന്നെയാണ് നമ്മൾ ഈജിപ്തിലേക്ക് പോകുന്നത്. ഈജിപ്തിലേക്ക് പോയിട്ട് കടന്ന ഉടനെ സീനായ് മലയാണ്. സീനായ് മലയിലാണ് ഈ ദൈവം മോശത്തിന് ഉൾപ്പെടെ മുഴുവനും ബുഷും അതൊക്കെ ഉള്ളത്. അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ട മല അത് കഴിഞ്ഞ് കേരളയിൽ 2 രാത്രിയുണ്ട്. അവിടെ പിരമിഡ്സ്, മ്യൂസിയം, ഹാൻഡ് ക്രൂസ് എല്ലാം. പിന്നെ നിങ്ങൾ ഒരുങ്ങിയിരുന്നു. അതുവരെയുള്ള സൗകര്യം ജോർദാനിൽ ഇസ്രായേലുള്ള ഒരു സുഖം ഈജിപ്തിലേക്ക് കിടന്ന വീട്ടില ഭയങ്കര ചൂടും ഭയങ്കര യാത്രയൊക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ ഒരുങ്ങിയിരിക്കുക. നിയമങ്ങളൊക്കെ പറയാനുണ്ടോ ചോദിച്ചു. അതിന്റെ ഡോളർ, അതെ നമ്മളിപ്പോ ഡോളർ കൊടുത്തു സാധനം വാങ്ങിച്ചു, അതിന് ചേഞ്ച് അവർ ഷെക്കിലായിട്ട് തരുന്നത്. അപ്പൊ ആ ഷെക്കിൽ കൊണ്ട് നമുക്ക് ഇവിടെ നാട്ടിൽ വന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് അത് വെച്ചിട്ടെങ്കിലൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. ഷെക്കിൽ നിന്നാണ് അവിടുത്തെ നാണയത്തിന്റെ പേര്. അതിന്റെ പോയിന്റിന്റെ അതോ അതിൽ നിങ്ങൾക്ക് ഇതിലുണ്ടല്ലോ, അതിന്റെ ഒരു ഡോളറിന് നമ്മുടെ ഇന്ത്യൻ രൂപ എത്ര? ഇന്ത്യൻ രൂപ 23 രൂപ ഒരു ഷെക്കിൽ. ഡോളർ ഉപയോഗിക്കാം, അവര് വാങ്ങും. പക്ഷെ ചേഞ്ച് തരുന്നത് ഷെക്കലിലായിരിക്കും. കാരണം അവിടുന്ന് ഇതിലേക്ക് കിടന്നു വെച്ചിട്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ഷെക്കല് ആ ഇസ്രായേലിൽ മാത്രം ഉപയോഗിക്കുന്നത്. മുറിച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം അത്രയധികം ചെലവാകൂല, വാങ്ങിച്ചിട്ടില്ല. ഒന്നാമത് പോയിന്റ് നമുക്ക് ചേഞ്ച് തരുന്നത് പോയിന്റ് ഡോളർ എല്ലായിടത്തും ഉപയോഗിക്കുന്നു. ആകെ പറയാനുള്ളത് നിങ്ങൾ സ്കാൻ കീപ്പ് ചെയ്യുക, മിസ് ചെയ്യാതെ നോക്കാം. അല്ല നിങ്ങളിപ്പോ ഏകദേശം നിങ്ങൾ പരസ്പരം കാണുന്നതല്ലേ. ഇനി ഒരു ബാഡ്ജ് തരും, ക്യാപ്പ് തരും.